ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് MCQs ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക് ഏതായിരുന്നു? നമ്മൾ പൊസോളൻ എന്നുള്ള പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പൊസോളനിക് മെറ്റീരിയൽസിൽ നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനോട് നോക്കാം. ഓക്കെ, എന്താണ്? അഡീഷൻ ഓഫ് പൊസോളന ടു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഇൻക്രീസസ്. അപ്പം പൊസോളനെ ആഡ് ചെയ്യുമ്പം OPCക്ക് എന്ത് എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്? ഓക്കെ, ഒന്നാമത്തെ എന്താ? ബ്ലീഡിങ്. ഓക്കെ, പൊസോളൻ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലീഡിങ് എന്ത് ചെയ്യും? കുറയും എന്നാ പറഞ്ഞല്ലേ? ബ്ലീഡിങ് കുറയും. അടുത്ത എന്താ? പെർമിബിലിറ്റി എന്ത് ചെയ്യും? കുറയും. നമ്മൾ പറഞ്ഞല്ലേ ജെൽസ് ഒക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ജെൽസ് ഒക്കെ പോർസിൽ കയറും, CSH ജെൽസ് പോർസിൽ കയറും. അപ്പം അതിന്റെ പെർമിബിലിറ്റി കൂടും. പിന്നെ എന്താണ്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. നമ്മളൊരു പോർഷൻ മാറ്റിയിട്ടല്ലേ പൊസോളിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ത് ചെയ്യും? കുറയും. പിന്നെ എന്താണ് കൂടുന്നത്? ഷ്രിങ്കേജ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞല്ലേ ഓഫർ ഗ്രേറ്റ് റെസിസ്റ്റൻസ് ടു എക്സ്പാൻഷൻ. എക്സ്പാൻഷന് ഒത്തിരി റെസിസ്റ്റൻസ് കൊടുക്കും. അപ്പം എന്ത് കൂടും? ഷ്രിങ്കേജ് കൂടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കി. ദ ഫ്ലൈ ആഷ് കണ്ടന്റ് ഇൻ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് കോൺക്രീറ്റ് റോഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ. നമ്മളിപ്പോൾ ഒരു കോൺക്രീറ്റ് റോഡ് കൺസ്ട്രക്ഷൻ എടുക്കുക. അതിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ഫ്ലൈ ആഷ് ആഡ് ചെയ്യുക. ഫ്ലൈ ആഷിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം, അതിൻ്റെ കണ്ടൻസ് ഒക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഫ്ലൈ ആഷ് നമ്മൾ പോർട്ട്ലാൻഡ് പൊസോളന സിമെന്റിൽ ആഡ് ചെയ്ത് കഴിയുമ്പം എന്താണ്? അതിൻ്റെ പെർസെൻറ്റേജ് എത്രയിൽ കൂടാൻ പാടില്ല. അപ്പോൾ നമ്മൾ പൊസോളിന് ആഡ് ചെയ്യുന്ന എത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞേ? 10 to 25% നമ്മൾ പറഞ്ഞല്ലേ. അപ്പം ഇതിൽ എത്രയിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പർ ബൗണ്ട് വരണം. അപ്പർ ബൗണ്ട് 25 ഇല്ല. അപ്പോൾ അതിന് ക്ലോസ് ആയിട്ട് വരുന്ന വാല്യൂ എത്രയാണ്? 20 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണ്? 20. ഷുഡ് നോട്ട് ബി മോർ ദാൻ എന്ന് പറയുന്നതുകൊണ്ടാണ് എന്തെടുത്തത്? നമ്മൾ 20 എടുത്തത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? നമുക്ക് 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ട്രൂ എന്ന് ചോദിച്ചേക്കോ. ഒന്നും നോക്കിയേ. അഡീഷൻ ഓഫ് പൊസോളന ടു സിമെന്റ് ഡിക്രീസസ് വർക്കബിലിറ്റി. ശരിക്കും ഡിക്രീസസ് വർക്കബിലിറ്റി ആണോ? അല്ല. അല്ലേ? അവൻ എന്ത് ചെയ്യും? വർക്കബിലിറ്റിയെ കൂട്ടും. എന്ത് കാരണം? ബോൾ ബിയറിംഗ് ആക്ഷൻ കാരണം. അഡീഷൻ ഓഫ് പൊസോളന ടു സിമെന്റ് ഇൻക്രീസസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. എന്ത് ചെയ്യാണ്? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയ്ക്കുക ചെയ്യുന്നല്ലേ. അപ്പൊ ആ ഒരു ഓപ്ഷനും തെറ്റ. ഇത് രണ്ടും തെറ്റ. ഓക്കെ, ഡിക്രീസസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണ്, ഇൻക്രീസസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അല്ല. ഇനി അടുത്ത എന്താ? അഡീഷൻ ഓഫ് പൊസോളന ടു സിമെന്റ് ഇൻക്രീസസ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ പൊസോളന ആഡ് ചെയ്യുമ്പോൾ? ഇല്ല. അല്ലെ? നമ്മൾ എന്താ പറഞ്ഞ? ആ ഒരു ഏർലി സ്ട്രെങ്ത് കുറവാണ്. ലേറ്റസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ OPCയുടെ സ്ട്രെങ്ത് എത്ര നാളുകൊണ്ടാ? ഒത്തിരി നാളുകൊണ്ട് അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പൊസോളിനെ ആഡ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണില്ല, ഒത്തിരി ഒന്നും ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓൾമോസ്റ്റ് അതിന്റെ ഈക്വൽ വരുന്നുള്ളൂ. ഇൻക്രീസ് സ്ട്രെങ്ത് ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? നൺ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത എന്താ? ദ അഡ്വാൻറ്റേജ് ഓഫ് ആഡിങ് പൊസോളന ഓർ സുർക്കി ടു ലൈമീസ്. നമ്മൾ പൊസോളനയ്ക്കകത്ത് അല്ലെങ്കിൽ പൊസോളന നമ്മൾ എന്ത് ആഡ് ചെയ്യുക? ലൈമിലേക്ക് നമ്മൾ ആഡ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ സുർക്കി. ഏത് ടൈപ്പ് പൊസോളനാണ്? ബ്രോക്കൺ ബ്രിക്ക്, സുർക്കിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തും? റെഡ്യൂസസ് ഷ്രിങ്കേജ്. ഓക്കെ, അടുത്ത എന്താണ്? ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു ക്രാക്കിംഗ്. ഓക്കെ, അടുത്ത എന്താ? ഇൻക്രീസ് റെസിസ്റ്റൻസ് ടു കെമിക്കൽ അറ്റാക്ക്. ഓക്കെ, അപ്പൊ ഇത് മൂന്നും ശരിയല്ലേ? അപ്പം എന്താണ് നമ്മുടെ ആൻസർ? ഓൾ ഓഫ് ദീസ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത് നോക്കിയേ. ആഡിങ് പൊസോളന ടു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് കോസസ്. ഓക്കെ, നമ്മൾ ഒരു ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിലോട്ട് എന്ത് ചെയ്യും? പൊസോളന ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഡിക്രീസ് ഇൻ ഏർലി സ്ട്രെങ്ത്. കറക്റ്റ് അല്ലേ? ഏർലി സ്ട്രെങ്ത് കുറച്ച് കുറവായിരിക്കും. റിഡക്ഷൻ ഇൻ കെമിക്കൽ ആക്ഷൻ വിത്ത് സൾഫേറ്റ്സ്. സൾഫേറ്റ്സുമായിട്ടുള്ള കെമിക്കൽ ആക്ഷൻ എന്ത് ചെയ്യും? കുറയും. അതിനകത്ത് റെസിസ്റ്റൻസ് ഒക്കെ കിട്ടും അല്ലേ? പിന്നെന്താണ്? ഇൻക്രീസ് ഇൻ ഷ്രിങ്കേജ്. ഓക്കെ, ലാസ്റ്റ് ഓപ്ഷനകത്തെ റെഡ്യൂസസ് ഷ്രിങ്കേജ് എന്നല്ല കേട്ടോ. ഇത് റെഡ്യൂസ് അല്ല, ഇത് ഇൻക്രീസ് ആ വരേണ്ടത്. ഇൻക്രീസ് ആണ്, എന്നാലേ അത് കറക്റ്റ് ആവത്തുള്ളൂ കേട്ടോ. സോറി, മിസ്റ്റേക്ക് വന്നില്ല. ഓക്കെ, അപ്പൊ എന്താണ്? ഇൻക്രീസ് ഇൻ ഷ്രിങ്കേജ് എന്താണ്? ഓൾ ദ എബോവ്. അപ്പൊ എന്താണ്? ഓൾ ദ എബോവ് എന്നുള്ള ഓപ്ഷൻ ആണ് കറക്റ്റ്. എയർലി സ്ട്രെങ്ത് കുറവായിരിക്കും. സൾഫേറ്റ്സുമായിട്ടുള്ള കെമിക്കൽ ആക്ഷനും കുറവായിരിക്കും. എന്ത് ചെയ്യും? നമുക്ക് ഷ്രിങ്കേജ് കൂടുക ചെയ്യുന്നത്. ഷ്രിങ്കേജ് കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെന്താ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലേ, ഒരു എക്സ്പാൻഷന് ഗ്രേറ്റർ റെസിസ്റ്റൻസ് കൊടുത്തു കഴിയുമ്പോൾ ഷ്രിങ്കേജ് കൂടും.
ഓക്കെ. ഇനി ദ മെയിൻ കോമ്പൗണ്ട് ഓഫ് പൊസോളന ഈസ്, പൊസോളന നമ്മൾ എന്താ പറഞ്ഞ ഒരു സിലീഷ്യസ് അലൂമിനസ് കോമ്പൗണ്ട് അല്ലേ. അപ്പൊ എന്താണ് മെയിൻ കോമ്പൗണ്ട് എന്ന് എന്തായിരിക്കും, സിലീഷ്യസ് ആയിരിക്കും. ഓക്കെ. നമ്മൾ എന്താ അടുത്തത്, നമ്മൾ ഇതൊക്കെ എന്താ വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെ നടന്നിട്ടല്ലേ കിട്ടുന്നത്. അപ്പൊ എന്താണ് അതൊരു സിലീഷ്യസ് കോമ്പൗണ്ട് ആയിരിക്കും. ഇനി അടുത്ത ഇവിടെ സ്പേസ് ഇടാൻ മറന്നുപോയെ, ദ അഡീഷൻ ഓഫ് പൊസോളന ടു പോർട്ട്ലാൻഡ് സിമെന്റ് മേ കോസ്. ഓക്കെ. അപ്പം നമ്മൾ പോർട്ട്ലാൻഡ് സിമെന്റിൽ പൊസോളൻ ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ ഉണ്ടാകാം, ഇൻക്രീസ് ഇൻ എയർലി സ്ട്രെങ്ത്. പറ്റുമോ? ഇല്ല. എയർലി സ്ട്രെങ്ത് ഒന്നും കാണത്തില്ല, എയർലി സ്ട്രെങ്ത് കുറവായിരിക്കും. അപ്പൊ അത് എന്താണ്, തെറ്റാണ്. ഇനി അടുത്ത് എന്താ, ഇൻക്രീസ് ഇൻ പെർമിയബിലിറ്റി. പെർമിയബിലിറ്റി കൂടുവോ? ഇല്ല അല്ലേ. പെർമിയബിലിറ്റി കുറയും എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അടുത്ത് എന്താ, ഡിക്രീസ് ഇൻ ക്യൂറിംഗ് ടൈം. ക്യൂറിംഗ് ടൈം കുറയുവോ? ഇല്ല അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ ഒരു 28 to 58 ഡേയ്സിലൊക്കെ അത് എന്ത് ചെയ്യും, ക്യൂറിംഗ് നടന്ന് അതിന്റെ സ്ട്രെങ്ത്, ഗ്രേറ്റർ സ്ട്രെങ്ത്, ഒരു ഫൈനൽ സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ക്യൂറിംഗ് ടൈം കുറയുവോ? ഇല്ല അല്ലേ. ഇനി അടുത്ത എന്താ, അടുത്തത് ഡിക്രീസ് ഇൻ എയർലി സ്ട്രെങ്ത്. അത് കറക്റ്റ് അല്ലേ. എയർലി സ്ട്രെങ്ത് എന്ത് ചെയ്യും, കുറയും. നമ്മൾ രണ്ട് സാമ്പിൾ എടുക്കുക, ഒരു പോർട്ട്ലാൻഡ് പൊസോൾന സിമെന്റിന്റെ ഒരു സാമ്പിളും ഒരു ഒ പി സിയുടെ ഒരു സാമ്പിളും എടുത്തു കഴിഞ്ഞാൽ ഒരു 7 ഡേയ്സിലോ 3 ഡേയ്സിലോ ഒക്കെ നമ്മൾ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ ആർക്കായിരിക്കും കൂടുതൽ, ഒ പി സിക്ക് ആയിരിക്കും സ്ട്രെങ്ത് കൂടുതൽ. പൊസോളന ആ ഒരു സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ കുറച്ചുകൂടെ സമയം വേണ്ടി വരും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, പൊസോളന ഈസ് ആഡഡ് ടു സിമെന്റ് ടു ഇൻക്രീസ് എയർലി സ്ട്രെങ്ത്. എയർലി സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊസോളിനെ ആഡ് ചെയ്യുന്നത്? അല്ലല്ലേ. എയർലി സ്ട്രെങ്ത് കിട്ടത്തില്ല പൊസോളിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അടുത്ത് എന്താ, ഇറ്റ് റെഡ്യൂസസ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. പക്ഷെ അത് കറക്റ്റ് അല്ലേ. നമ്മൾ 25% 20% പൊസോളിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന്റെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കുറയും. അപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്, 2 ട്രൂ ആണ്, 1 ഫോൾസ് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്താണ്, ബി ആണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നാച്ചുറൽ പൊസോളിന. നമ്മൾ സുർക്കി, ഫ്ലൈ ആഷ്, ഗ്രാനുലേറ്റഡ് ബ്ലാസ്റ്റ് ഫർണസ് ലാഗ്, ഇതൊക്കെ എന്തായിരുന്നു, ഇത് ബ്രോക്കൺ ബ്രിക്ക് അല്ലേ. അത് നാച്ചുറൽ ആണോ? അല്ല. ഫ്ലൈ ആഷ് നാച്ചുറൽ ആണോ? അല്ല. നമുക്ക് എന്താണ്, കോളിന്റെ ഒക്കെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് ലാഗ് എന്ന് പറയുമ്പോൾ അയണിന്റെ പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്ന. അപ്പൊ അതൊന്നും എന്തല്ല, നാച്ചുറൽ പൊസോളിന അല്ല. പിന്നെ നമ്മൾ പറഞ്ഞല്ലേ ബവേറിയൻ ട്രാസ് എന്ന് പറഞ്ഞല്ലേ. അപ്പം ബവേറിയൻ ട്രാസ് അല്ലെങ്കിൽ ബവേറിയൻ ട്രാസ് നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ ബവേറിയൻ ട്രാസ് അല്ലെങ്കിൽ റിനിഷ് ട്രാസ് എന്നൊക്കെ അതിന്റെ പേര് പറയും. അതാണ് എന്ത്, നാച്ചുറൽ പൊസോളിനായിട്ട് വരുന്നത്. ഇനി അടുത്തെന്താ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ ജനറൽ വിൽ ഓഫർ സ്ട്രെങ്ത് ഗെയിൻ ഫോർ ലോങ്ങസ്റ്റ് പീരീഡ്. ഇപ്പൊ ലോങ്ങസ്റ്റ് പീരീഡിൽ സ്ട്രെങ്ത് ഗെയിന് വേണ്ടിയിട്ട് നമ്മൾ ആരെ ആഡ് ചെയ്യുന്നേ, നമ്മുടെ ഫ്ലൈ ആഷ്. ഓക്കെ. ഫ്ലൈ ആഷിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ. അടുത്തത്, ഫ്ലൈ ആഷ് ആഡഡ് ടു കോൺക്രീറ്റ് ടു ഇംപ്രൂവ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് എക്സെപ്റ്റ്. ചില പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യും, എക്സെപ്റ്റ് എന്താണ്, പെർമിബിലിറ്റി. പെർമിബിലിറ്റി കൂട്ടുവോ? അല്ല. പെർമിബിലിറ്റി എന്ത് ചെയ്യും, എന്ത് ചെയ്യും, പെർമിബിലിറ്റി കുറയ്ക്കും അല്ലേ. പെർമിബിലിറ്റി കുറക്റ്റ് ചെയ്യുന്ന എന്താ, അതിന്റെ പ്രോപ്പർട്ടി ഇംപ്രൂവ് ചെയ്യല്ലേ, ഇംപ്രൂവ് പ്രോപ്പർട്ടി. ഇനി അടുത്തെന്താ, വർക്കബിലിറ്റി കൂട്ടും. വർക്കബിലിറ്റി കൂട്ടുക സെയിം വാട്ടർ കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതും എന്താണ്, അതിന്റെ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലേ, ഓൾറെഡി ഉണ്ടാകുന്നതിൽ ഒരു ഇംപ്രൂവ്മെന്റ്. അടുത്ത എന്താ, ലോങ് ടേം സ്ട്രെങ്ത്. ലോങ് ടേമിൽ അവൻ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത്, അപ്പൊ അതും ഇംപ്രൂവ്മെന്റ് ആണ് അല്ലെ. അടുത്ത എന്താണ്, ഏർലി ഏജ് സ്ട്രെങ്ത് ഗെയിൻ. ഏർലി ഏജ് 3 ഡേയ്സിലോ 7 ഡേയ്സിലോ അവന് സ്ട്രെങ്ത് കാണുമോ? ഇല്ല. അപ്പൊ നമ്മുടെ എന്താണ്, എക്സെപ്റ്റ് ഏർലി ഏജ് സ്ട്രെങ്ത് ഗെയിൻ എക്സെപ്റ്റ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം എന്ത് ചെയ്യും, ഫ്ലൈ ആഷ് നമ്മൾ കോൺക്രീറ്റിൽ ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, ഇംപ്രൂവ് ക്യാരക്ടേഴ്സ്, ആ കോൺക്രീറ്റിന്റെ ക്യാരക്ടേഴ്സ് ഇംപ്രൂവ് ചെയ്യിക്കും. ഓക്കെ. അപ്പൊ ഞാൻ ഓപ്ഷൻ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ഇവിടെ എന്തായിരുന്നു, ഇൻക്രീസ് എന്നായിരുന്നു കേട്ടോ. ഇൻക്രീസ് എന്നാണേലേ ഓൾ ഓഫ് ദിസ് വരത്തുള്ളൂ. ഓക്കെ. അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ ഒന്ന് നോക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ. താങ്ക് യു.